സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു. 4 ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലേർട്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. തീരപ്രദേശത്ത് ശക്തമായ തിരമാലകൾക്കും സാധ്യതയുണ്ട്. അതേസമയം കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഉണ്ട്. ടിൻഡു, കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ മഴയൊക്കെ ആയിരുന്നു. തോരാമഴ എന്ന് തന്നെ പറയാം സംസ്ഥാനത്ത് പലയിടത്തും. എന്തായാലും ഇപ്പോൾ ചെറിയൊരു ആശ്വാസം നൽകുന്ന വാർത്ത എന്ന് പറയുന്നത് യെല്ലോ അലർട്ട് 4 ജില്ലകളിൽ ഒതുങ്ങിയിട്ടുണ്ട്. മഴയുടെ ശക്തി കുറയുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ടിൻഡു, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയും എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്നുണ്ട്. കാരണം കുറച്ച് ദിവസമായി തോരാ മഴയായിരുന്നു സംസ്ഥാനത്തെ പല ജില്ലകളിലും. എന്തായാലും ഇന്ന് 4 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? രാജ്യ സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കുട്ടനാട്, ആലപ്പുഴ ജില്ലയിലും അതോടൊപ്പം കോട്ടയം ജില്ലയിലെയും ചില ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകളും നൽകിയിട്ടില്ല എന്നൊരു വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജാർഖണ്ഡും ഛത്തീസ്ഗഡിനും തീരത്തും സമീപമായിട്ട് രൂപം കൊണ്ട ഒരു ന്യൂനമർദ്ദമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലൊരു മഴയ്ക്ക് കാരണമായത്. അപ്പോൾ അതിന് ന്യൂനമർദ്ദത്തിന്റെ തീവ്രത കുറയുന്നത് മഴ കുറയാനായിട്ട് കാരണമാകും. മൺസൂണിന്റെ ശക്തി ഇതോടെ കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വരുന്ന ഒരാഴ്ച വലിയ രീതിയിലുള്ള മഴ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. കാറ്റിന്റെ വേഗത അത് കൂടും. കാരണം ഈ ന്യൂനമർദ്ദത്തിന് പിന്നോടിയായിട്ടുള്ള മർദ്ദവ്യത്യാസം അത് 60 കിലോമീറ്റർ വേഗതയിൽ വരെ കേരള തീരത്ത് കാറ്റ് വീശിയടിച്ചേക്കാവുന്ന സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കാമെങ്കിലും വലിയ രീതിയിലുള്ള നൗകാസ്റ്റ് വ്യത്യാസങ്ങളൊന്നും ഈ മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുന്നില്ല. അടുത്ത മണിക്കൂറുകളിൽ കേരളത്തിൽ എവിടെയും അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടില്ല. നിലവിൽ നൽകിയിട്ടുള്ള മഴ മുന്നറിയിപ്പുകൾ മാത്രമാണുള്ളത്. അതോടൊപ്പം തന്നെ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലൊക്കെ ഉള്ള ചില ഇടങ്ങളിലൊക്കെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ കിഴക്കൻ വെള്ളം അത് വലിയ രീതിയിൽ തന്നെ വരുന്നുണ്ട്. അത് മഴ ശമിച്ചതോടെയാണ് ഇത്തരത്തിൽ കിഴക്കൻ വെള്ളം ശക്തിയായി എത്തുന്നത്. അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മറ്റു വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകളും നൽകിയിട്ടില്ല. ആശ്വാസകരമായിട്ടുള്ള ദിവസമായിരിക്കും. അടുത്ത ഒരാഴ്ച അതിതീവ്രമായിട്ടുള്ള മഴ മുന്നറിയിപ്പുകളൊന്നും സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. രാഖി.